വയനാട് ജില്ലയിലെ തലപ്പുഴ മുനീശ്വരൻ കുന്നിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇവിടെ വന്നാൽ 2 കുന്നിൽ കയറിയിട്ട് വ്യൂ പോയിൻ്റൊക്കെ ആസ്വദിക്കാം. ഒരു കുന്ന് കണ്ടില്ലേ, അവിടെ ഇതാ ആൾക്കാരൊക്കെ നിൽക്കുന്നു. നമ്മുടെ ബാണാസുര ഡാമിൻ്റെ റിസർവോയറൊക്കെ കാണാം. അവിടെ പോയി നിന്നാൽ അടിപൊളി 360 ഡിഗ്രി വ്യൂ ആണ്. ഇവിടെയാണ് മുനീശ്വരൻ തപസ് ചെയ്ത സ്ഥലം. അങ്ങോട്ട് ഞങ്ങൾ പോവുകയാണ്. വായോ. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ, നല്ല വൈബ്. മുനീശ്വരൻ കുന്നിന്റെ താഴ്വാരത്തേക്കൊന്ന് പോയി നോക്കിയാലോ, വായോ. ബോസേ, ഇങ്ങോട്ട് വന്നല്ല അടിപൊളി വൈബാട്ടോ, സൂപ്പർ. എന്താ കാറ്റ്. ഇവിടുത്തെ പുല്ലൊക്കെ നോക്കിക്കേ, ഇതൊരു പ്രത്യേക വൈബാട്ടോ. അപ്പൊ ഇന്നത്തെ യാത്രയുടെ ഹൈലൈറ്റ് ആരാന്നറിയോ? കോമാച്ചി പാർക്കിലേക്കാന്നും പറഞ്ഞ് ഞങ്ങൾ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് കോമാച്ചി പാർക്കിന്റെ ആളിന്റെ ഹൈലൈറ്റ്. മൊട എന്ന് വെച്ചാൽ അമ്മാരി മൊടയാണ്. മൊട എന്ന് വെച്ചാൽ അമ്മാരി മൊടയാണ്. ഈ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? പോവല്ലേ? ആ പൂക്കള് നോക്ക്. പിന്നെ എന്താ കാറ്റ്. തെറ്റി അഗാധമായ കൊക്കയിലേക്ക് പോകും. ഇവിടുത്തെ വൈബ് നോക്ക്. താഴത്തെ എങ്ങനെയുണ്ട് അപ്പൂസേ? സൂപ്പർ. മുനീശ്വരൻ കുന്ന് അടിപൊളി വൈബാണേ. വായോ. പറഞ്ഞു പഞ്ചണ്ടാ പോ. കൂടെയുള്ള ആരെങ്കിലും മൈക്രോ സങ്കുചിതാവസ്ഥയിലേക്ക് വഴുതി പോകുന്നുണ്ടെങ്കിൽ അവരെയും കൂട്ടി ഒരു യാത്ര പോകണം. നമ്മുടെ കൂടെയുള്ളവരൊക്കെ ചുറ്റുപാടുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കാതെ മൈക്രോ അല്ല നാനോ സങ്കുചിതാവസ്ഥയിലേക്ക് വഴിമാറുകയാണെങ്കിൽ അത് ഭീകരമായ ഒരു അവസ്ഥയാണ്, അപകടവുമാണ്. അവരെ കൂട്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു യാത്രയിലേക്ക് പോകാം. ബി ഹാപ്പി.
എൻ്റെ മകനോട് ഒരിക്കലും ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ ഒന്നും ഞാൻ പറയാറില്ല. ഒരു നല്ല മനുഷ്യനാവണം. ജീവിക്കാൻ കൃഷി ചെയ്താലും ജീവിക്കാം, വണ്ടി ഓടിച്ചാലും കച്ചവടം ചെയ്താലും ഒക്കെ ജീവിക്കാം. അപ്പോൾ നല്ലൊരു വ്യക്തിയാവുക. സമ്പാദിക്കണം, പക്ഷേ സന്തോഷമായിട്ട് ഇരുന്നിട്ട് സമ്പാദിക്കുന്നതാണ് നല്ലത്. ഹാർഡ് വർക്ക് ചെയ്യണം, ജീവിതത്തിൽ സക്സസ് ആവണം. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ അവനവന് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്തിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ട് മക്കളെ അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പഠിക്കാനും തൊഴിൽ ചെയ്യാനും ജീവിക്കാനും അനുവദിക്കണേ. അവിടെ നമ്മളൊരു ഓവർ കോൺഫിഡൻസ് കാണിച്ചിട്ട് അവർക്ക് പറ്റാത്ത വഴിക്ക് അവരെ തള്ളിവിടണ്ട. ബി ഹാപ്പി. സന്തോഷം ആരും കൊണ്ടു തരില്ല കേട്ടോ. സന്തോഷം കണ്ടെത്തണമെങ്കിൽ നടന്നിറങ്ങുക. പോക്കറ്റിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. പൈസയൊന്നും വേണ്ടെന്നേ, അവനവൻ്റെ ചുറ്റുപാടിലേക്കൊന്ന് നടന്നിറങ്ങി നോക്ക്. സന്തോഷം ഇങ്ങനെ കാറ്റായും വെയിലായും നിലാവായും ഇരുട്ടായും പ്രകാശമായും സൂര്യരശ്മികളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കും. ഓഹ്, നമ്മുടെ വീട്ടിലൊരു ഫാനിൻ്റെ ചോട്ടിലിരുന്നാൽ ഈ ഒരു വൈബ് കിട്ടുമോ? ഈ ഒരു സന്തോഷം കിട്ടുമോ? അതുകൊണ്ട് അവധി ദിവസങ്ങളിൽ വീട് പൂട്ട്, എന്നിട്ട് ഇറങ്ങി വായോ മലമുകളിലേക്ക്. കണ്ടോ, രണ്ടുപേര് സന്തോഷം തേടി വന്നതാ. ഞങ്ങളെക്കാൾ ഉയരത്തിൽ മലമുകളിൽ ഇരിക്കുന്നുണ്ടോ? അതാ ടാറ്റ. എൻജോയ് യുവർ ലൈഫ്. മേലെ മേലെ മാനം. പോവാ. അങ്ങോട്ട് വയ്ക്കാവോ? ഓക്കെ. നിങ്ങളെപ്പോ വന്നതാ? മുനീശ്വരൻ കുന്നിന്റെ മലമുകളില് എന്തൊരു ഭംഗിയാന്ന് നോക്കി. അപ്പോസ് ആണോ? വരൂ, കയറി വാ. മേഘങ്ങളെ തൊടാൻ പറ്റുമോ നോക്കടാ. ഇങ്ങോട്ടൊക്കെ വെച്ച് നല്ല കാറ്റിന് കാറ്റ് വലിച്ചു. കാല് തെറ്റിയാൽ താഴെ കിടക്കും. അഗാധമായ കൊക്കയാണ്. ആ കാറ്റ് കൊണ്ടുപോവാടാ. കാറ്റ് കൊണ്ടുപോവാ. മുനീശ്വരൻ കുന്നിലെ ഒരു പാറയുടെ അടിച്ചാണ് നിൽക്കുന്നത്. എൻ്റെ പിന്നിൽ നോക്കും കുന്നുകളും മുട്ടക്കുന്നുകളും ഒക്കെ എന്തൂരാന്ന്, ചോലവനങ്ങളും. സൂപ്പർ വൈബാണേ.
കാഴ്ചകൾ മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 കാഴ്ചകൾ. ഒന്ന് ആന, ഒന്ന് ഇതുപോലത്തെയുള്ള കുന്നിൻ്റെ പീക്ക്, മൂന്നാമത്തത് വെള്ളം. എനിക്ക് വേറെ ഇഷ്ടമാണ് കുന്ന്, വെള്ളം, ആന. മുനീശ്വരൻ കുന്നിൻ്റെ മുകളിലെ ഒരു പാറപ്പുറത്തായിരിക്കുന്നത്. താഴെ അഗാധമായ കൊക്കയാണ്. ഇവിടെ ഇരുന്നിട്ടുള്ള ഈ കാഴ്ചകളുണ്ടല്ലോ, അത് മനസ്സിനിങ്ങനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മളൊന്ന് കൈ ഒന്ന് തൊട്ടാൽ നമുക്ക് മേഘത്തെ തൊടാം. എൻജോയ്. മലമുകളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ പിന്നിലെ പച്ച കുന്നുകൾ കാണുന്നില്ലേ, അതിലേക്ക് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാം. കാഴ്ചകൾ ഒരുപാടാണ്. വായോ, മുനീശ്വരൻ കുന്നിലെ കാഴ്ചകൾ ആസ്വദിക്കാം. അല്ലേ മിച്ച്? എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയല്ലേ, നല്ല കാറ്റും. സൂപ്പർ. സൂപ്പർ. അപ്പോ മുനീശ്വരൻ കുന്ന് സൂപ്പർ വൈബാണ്. ഈ പച്ചക്കുന്ന് വായോ, അടിപൊളി വൈബ. സൂപ്പറാണ്. എൻജോയ്. വൈബാണ്. സൂപ്പർ. വാ വാ മിച്ചേ. ആ സൂപ്പർ. എൻ്റെ അമ്മച്ചി, നിഴല് നോക്ക്, പോണ പോക്ക്. നിഴല് ആദ്യം ആ കുന്നിലും കംപ്ലീറ്റ് വെയിൽ വന്നു. നോക്കി നിൽക്കുന്ന സമയത്ത് നിഴലിങ്ങനെ ഒന്ന് കവർ ചെയ്ത് പോവാ. ഇതൊക്കെ ഒരു ഭയങ്കര കാഴ്ച തന്നെയാണ്. മുനീശ്വരൻ കുന്ന് അമ്പലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ കുന്നിൻ്റെ മുകളില് അമ്പലം. മുനീശ്വരൻ തപസ് ചെയ്ത സ്ഥലമാണ്. ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. വരുന്നവരിവിടെ പൈസയൊക്കെ വെച്ച് പോകുന്നുണ്ട്. മുനീശ്വരൻ്റെ ഒരു കല്ലിൽ കൊത്തിയ രൂപമുണ്ട് ഇവിടെ. പൂജയും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നൊരു മുറിയാണ്. അവിടെ ആരും ഇല്ല, പക്ഷെ വാതിലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. നമുക്ക് വാതിൽ വലിച്ചടച്ചിക്കാം. അവരുടെ ഒന്ന് കാറ്റ് കൊള്ളണം, വെയിൽ കൊള്ളണം. തുറസായ സ്ഥലത്തൂടെ ഇങ്ങനെ ഇഷ്ടം പോലെ നടക്കാൻ സാധിക്കണം. നമ്മുടെ മക്കൾക്ക് ഇല്ലാതെയായി പോകുന്ന ബാല്യം അതാണ്. നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയും അതാണ്. ചുറ്റും കാപഢ്യമാണെന്ന് പറഞ്ഞ് നമ്മൾ ഒതുക്കി നിർത്തുകയാണ് അവരെ. ചുറ്റും കാപഢ്യം മാത്രമല്ല, 1-2% കാപഢ്യം ഉണ്ടാകാം. പക്ഷേ ഈ ഭൂമിയിൽ മെജോറിറ്റി നല്ലത് തന്നെയാണ്. നല്ല മനുഷ്യരാണ്, നന്മയാണ്. തിന്മയെ അവർ കണ്ട് മനസ്സിലാക്കട്ടെ, മാറ്റി നിർത്തട്ടെ. എന്നിട്ട് നന്മയെ അവർ ആസ്വദിക്കട്ടെ. ബി ഹാപ്പി. എൻ്റെ
ഏറ്റവും വലിയ മോട്ടിവേറ്ററാണിത്. കുഞ്ഞുനാൾ മുതൽ തെങ്ങേ കയറാനും അടയ്ക്കാമരത്തേ കയറാനും എന്ത് റിസ്ക് ആണോ എല്ലാ റിസ്ക്കും ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കുഞ്ഞുനാൾ ഏര് പൂട്ടുമായിരുന്നു. അപ്പോൾ എൻ്റെ നേഞ്ഞലൊന്നും എൻ്റെ കയ്യിൽ നിൽക്കില്ല, അത്രയും കുഞ്ഞതായിരുന്നു ഞാൻ. ആ സമയത്ത് പോലും എന്നോട് സ്വന്തമായിട്ടൊരു കണ്ടം ഏര് പൂട്ടി ഇഞ്ചി നട്ട് പൈസ ഉണ്ടാക്കാനാണ് പറഞ്ഞത്, ജീവിക്കണമെങ്കിൽ. പക്ഷെ ചിലതൊക്കെ ഇച്ചിരി വിഷമമായിരുന്നു കേട്ടോ. വീണ തെങ്ങയിൽ കൈയൊക്കെ കെട്ടി നന്നായി കഴിഞ്ഞ സമയത്ത് വീണ്ടും ആ തെങ്ങ കയറിയിട്ട് തേങ്ങ ഇടിപ്പിക്കുക. ഭയങ്കര മോട്ടിവേറ്ററാണ് ആള്. ഞാൻ കണ്ട ഏറ്റവും ധൈര്യശാലിയായ സ്ത്രീ അല്ലേ? ഞങ്ങളുടെയൊക്കെ ബാക്ക് ബോൺ, ഒരു കുടുംബം നിലനിർത്തിയ കാരിരുമ്പ് അല്ലേ? ഡോറ പോയിക്കോ ഡോറ. ഞാൻ ഡോറേന്റെ പൂജി. ഡോറ ഞാനാണ് മാപ്പ് സ്നേഹിതർക്ക് കൈ നീ. പപ്പ അതിലെ പറയണ്ട പറഞ്ഞോ. ഇങ്ങോട്ടോ. മലമുകളിൽ നിന്ന് മുനീശ്വരൻ കുന്നിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അമ്മച്ചി ഇങ്ങോട്ട് വരികയാണ്. ശരീരത്തിന് എപ്പോഴാണ് പ്രായമാവുന്നതെന്നറിയോ? മനസ്സിന് പ്രായമാകുന്ന സമയത്ത്. അമ്മച്ചിയുടെ മനസ്സിന് പ്രായമാകാതിരിക്കാൻ ഞങ്ങളിങ്ങനെ കൊണ്ട് നടക്കുകയാണ് അമ്മച്ചീനെ ഇങ്ങനെ. അപ്പൊ വേണ്ടടാ, അവൻ തമാശ ആക്കുന്നില്ലേ അമ്മച്ചി? കൊടുക്കടാ. അല്ല പോണോക്ക് എന്നിട്ട് ആ കല്ലുണ്ട് തട്ടി ഇങ്ങോട്ട് നോക്കിയാ വെച്ചേ. ആര് ടാറ്റ. ഓക്കെ. മറ്റേ കുന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ആയിക്കോടാ. അമ്മച്ചിക്ക് ലാംഗ്വേജ് ഒന്നും പ്രശ്നമില്ല. മോൻ, സൺ, വൈഫ്. ഇതാണ് കാട്ടുനെല്ലി. കാഴ്ചകൾ കണ്ടിങ്ങനെ പോവുകയാണ്. ഞങ്ങളുടെ യാത്രയിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ അമ്മച്ചി കൂടെ ഉള്ളതാട്ടോ. ഇപ്പോൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ അമ്മച്ചിനെ ഒരിടത്ത് ഇരുത്തി. അപ്പോൾ ഒരു ബാംഗ്ലൂർ ഫാമിലി, അവർക്ക് മലയാളം അറിയില്ല, അമ്മച്ചിക്കാണെങ്കിൽ കന്നഡ അറിയില്ല. ഞങ്ങൾ വന്ന് പതുക്കെ നോക്കുമ്പോൾ അമ്മച്ചി അവരോട് പറയാണ് മദർ, സൺ, സണ്ണിൻ്റെ സൺ, വൈഫ് എന്നൊക്കെ പറഞ്ഞ അമ്മച്ചി എന്താ പറയുക, പണ്ടത്തെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ മെച്ചേ ഇവരുമായിട്ട് അമ്മച്ചി ഒത്തിരി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. വിത്തൗട്ട് ഗ്രാമർ, വിത്തൗട്ട് സെന്റൻസ്, വേർഡ്സ് വെച്ചിട്ട്. അപ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് അത് അത്രമേൽ ഡെപ്ത് ഉള്ളതാണ്. ബി ഹാപ്പി. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും പ്രയാസങ്ങൾ നിറഞ്ഞതുമാണ്. പക്ഷെ അങ്ങോട്ട് പോയാൽ, സ്വർഗത്തിലെത്തിയാൽ പൊളി വൈബ. വായോ. അപ്പൂസേ, അപ്പൻ എന്ന നിലയിൽ എന്നെക്കുറിച്ചുള്ള നിന്റെ സത്യസന്ധമായ അഭിപ്രായം എന്താ? ഒന്ന് പറയാമോ? അഭിപ്രായം, പപ്പ ചെറുപ്പം മുതൽ തന്നെ കുറെ ക്യാമ്പുകൾക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറെ ട്രാവൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങള് കുറെ അടുത്ത് പോയിട്ടുണ്ട്, കുറെ സ്ഥലങ്ങൾ കാണാൻ പറ്റി, കുറെ കൾച്ചറുകളെ പറ്റി അറിയാൻ പറ്റി, കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, കുറെ നല്ല കണക്ഷൻസ് കിട്ടി. അങ്ങനെ കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ചെറുപ്പം മുതൽ. ഓർമ്മയുള്ള പോലെ ട്രാവലിങ്ങാണ്. ഇതുവരെ ഞങ്ങൾ വെറുതെ വീട്ടിലിരുന്നിട്ടില്ല ഒരു ദിവസം പോലും. ട്രാവൽ ചെയ്യും. പിന്നെ കുറേ ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ട് ഓരോ അടുത്ത് പോയിട്ടും. അങ്ങനെ കുറേ മാർക്കിന് അതീതമാണ്, മാർക്കിടാൻ പറ്റില്ല. നമ്മള് വൈബായിരുന്നു മൊത്തം.
ബോറിംഗ് ഇല്ല ലൈഫ്, അതുപോലെ കൊണ്ടുപോകാൻ പറ്റും ഇപ്പോഴേക്ക്. ബോറിംഗ് അടിച്ചിട്ടില്ല, ഡിപ്രഷൻ അടിച്ചിട്ടില്ല, ആൻസൈറ്റി ഇല്ല, അതൊരു ബുദ്ധിമുട്ടില്ലാതെ ഫുൾ കളർഫുൾ ആയിരുന്നു. ബി ഹാപ്പി. മുനീശ്വരൻ കുന്നിൻ്റെ മുകളിലേക്ക് പോവുകയാണ് ഇനി. കണ്ടോ? വായോ വായോ, മതി. മുനീശ്വരൻ കുന്നിൻ്റെ കുന്നിൻ മുകളിൽ ഒരു കൊച്ചു കാട്, കാവെന്നൊക്കെ പറയാം. അതിൻ്റെ ഉള്ളിലായിരുന്നു ഇത്രയും നേരം. ഒരു ക്ഷീണവും ഇല്ല കേട്ടോ, ദാഹമില്ല, ഫുൾ എനർജി. എന്താ വൈബ് എന്നറിയോ? കേട്ടോ, മേലേക്ക് നോക്കിയ ആകാശമൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല, അത്രയ്ക്ക് തിക്ക് കാടാണ്. താഴെ നോക്കൂ. വായോ. ഇതൊക്കെ അറിയണ്ടേ അപ്പോ? നല്ല നമുക്കൊരു കാവ് വേണം വീട്ടിലോ? നമുക്ക് കാവ് സെറ്റ് ചെയ്യാടാ. അട്ട കയറിയോ? ഇല്ലല്ലോ. അട്ട